Most welcome to the most wanted. സാർവദേശീയ രംഗത്ത് ഒരു പുതിയ വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള അയർലൻഡിൽ ഒരു 67-കാരിയായ ഇടതുപക്ഷക്കാരി കാതറിൻ കൊണോളി എന്ന സ്ത്രീ അവിടുത്തെ പ്രസിഡന്റായി അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ലോകവാർത്ത. ജനകീയമായ ഒരു പ്രഭാഷകയും കായിക രംഗത്ത് പ്രത്യേകിച്ചും ഒരു താരമായിട്ട് കൂടിയുള്ള കാതറിൻ ഏകദേശം ആകെ പോൾ ചെയ്യപ്പെട്ട 63% വോട്ടുകൾ നേടിയാണ് അധികാരത്തിലേറിയിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ വാർത്തയെ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഇവർ പല ലോക സംഭവങ്ങളോടും നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ച് നാറ്റോ സഖ്യ വിരുദ്ധമായ മനോഭാവമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് പലപ്പോഴും ഇവർ സ്വീകരിച്ച് കാണുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, അടുത്ത കാലത്ത് ഗസയിലെ യുദ്ധത്തിനെതിരായിട്ട് ശക്തമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. റഷ്യ നടത്തിയ ഉക്രൈൻ അധിനിവേശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തെ യുദ്ധത്തിനെതിരായിട്ട്, കുടിയേറ്റക്കാർക്കെതിരായ അതിക്രമത്തിനെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വനിതാ ലോക നേതാവാണ് കാതറിൻ കൊണോളി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത്. അയർലൻഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭൂരിപക്ഷം നേടിയാണ് ഇവർ അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഇടതുപക്ഷം ഒന്നാകെ, എല്ലാ ഇടതുപക്ഷ പാർട്ടികളിലും, അവിടെ ചെറുതായ അയർലൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ക്രാന്തി അയർലൻഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അവരുടെയൊക്കെ സമ്പൂർണമായ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് കാതറിൻ കൊണോളി അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഗാൽവേ സൗത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള പാർലമെന്റ് ആയിരുന്നു നിലവിൽ കാതറിൻ. നേരത്തെ ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഗാൽവേ സിറ്റി മേയറായും, അവരുടെ ജന്മനഗരം കൂടിയാണ് ഗാൽവേ, അവിടുത്തെ മേയറായി അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 17 വർഷക്കാലം അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായും കാതറിൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത്. ഇത്രയും ഭൂരിപക്ഷം നേടി അധികാരത്തിലേറാനുള്ള കാരണം അവരുടെ ഈ ജനകീയ പിന്തുണയാണ്, പോപ്പുലാരിറ്റിയാണ്. 14 കുട്ടികളുള്ള ഒരു വലിയ കുടുംബത്തിലാണ് കാതറിൻ ജനിക്കുന്നത്. അതിൽ 9ാമത്തെ കുട്ടിയാണ് കാതറിൻ. അവരാണ് ഇപ്പോൾ അയർലൻഡിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ചത് തൻ്റെ കാഴ്ചപ്പാടുകളെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് കഴിഞ്ഞ മാസം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. ഇത്രയും കുട്ടികൾ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തനിക്ക് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ എന്നെ പഠിപ്പിച്ചു എന്നാണ് അവർ അവകാശപ്പെട്ടത്. 1999 ഇവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ലേബർ പാർട്ടിയിലായിരുന്നു തുടക്കം. കൊണോളി പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനിസിപ്പൽ കൗൺസിലറായി, കോർപ്പറേഷൻ കൗൺസിലറായി 17 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു, മേയറായി പ്രവർത്തിച്ചു. എന്നാൽ 2007 തനിക്ക് മത്സരിക്കാൻ ലേബർ പാർട്ടി സീറ്റ് നൽകിയില്ല. അതിൽ പ്രതിഷേധിച്ച് അവിടുന്ന് രാജിവെച്ചു.
എങ്കിലും സ്വതന്ത്രമായി ഐറിഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയമടയുകയാണ് ഉണ്ടായത്. 2016 വീണ്ടും സീറ്റ് കിട്ടി. 2020 ഡെപ്യൂട്ടി സ്പീക്കറായി. ഇങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരവെയാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും പാലസ്തീനികൾക്കും വേണ്ടി വാദിച്ച കാതറിൻ വലിയ പ്രശസ്തിയും അംഗീകാരവുമാണ് അയർലൻഡിൽ നേടിയെടുത്തത്. എന്നാൽ ഇവർക്കെതിരെ അതിശക്തമായ പ്രചാര വേലയാണ് തീവ്ര വലതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അഴിച്ചുവിട്ടത്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റായി കാതറിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രാന്തി അയർലൻഡ് എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടന കാതറിൻ കൊണോളിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഡെമോക്രസി, അതാണ് ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും അതുപോലെ ദരിദ്രരെയും പട്ടിണിക്കാരെയും പാവങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് ഡെമോക്രസിയുടെ വക്താവാണ് കാതറിൻ കനോളി എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത, രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം എന്നുള്ളത്. തീർച്ചയായിട്ടും ലോകരാഷ്ട്രീയത്തിൽ അത് പൊതുവെ പുരോഗമനപര പ്രസ്ഥാനങ്ങൾക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ്. അതോടൊപ്പം സ്ത്രീ സമൂഹത്തിന്, അതിൻ്റെ എംപവർമെൻറ്റിന് ഒരു ഉദാഹരണം കൂടിയായി കാതറിൻ കനോളിയുടെ ഈ വിജയം എടുത്തു കാട്ടാം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. മോസ്റ്റ് വാണ്ടഡ്.